നാലുകെട്ട് എം.ടി. വാസുദേവൻ നായർ. ഭാഗം 10. ചൊട്ടിയാൽ ചോര തെറിക്കുന്ന ശരീരം സന്ധ്യയ്ക്ക് കൂടി കണ്ടതായിരുന്നു. രാവിലെ കേട്ടത് അവൾ മരിച്ചുവെന്നാണ്. 4 വട്ടം ഛർദ്ദിച്ചതേയുള്ളൂ. നടപ്പുദിനത്തിൻ്റെ ആദ്യത്തെ ഇര ദേശത്തിൽ അവളായിരുന്നു. പ്രിയപ്പെട്ടവരായ പലരും മരിച്ചു. കുടുംബത്തിൽ തനിച്ചായി. ജോലി ചെയ്യും, ദിവസം കഴിക്കും. ജീവിതം ഒഴുക്കില്ലാതെ തളം കെട്ടി നിന്നു. ക്രമത്തിൽ ആ ദുഃഖം അറിയാതെ മനസ്സിൽ നിന്ന് മായുകയും ചെയ്തു. അടുപ്പിൻ്റെ ചുവന്ന നാവുകൾ മൺകലത്തെ നക്കിക്കൊണ്ട് ഇളകുന്നത് നോക്കി അയാൾ ഇരുന്നു. തിളച്ച് കവിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോഴാണ് അയാൾ ചുറ്റുപാടുകളിലേക്ക് തിരിച്ചു വന്നത്. വെള്ളം തെളിച്ചപ്പോൾ നൊരയടങ്ങി. ഭക്ഷണം കഴിഞ്ഞ് പുറത്തെ കോലായിൽ പായ വിരിച്ച് കിടന്നപ്പോഴാണ് രാവിലത്തെ ജോലി ഓർമ്മ വന്നത്. സ്കൂൾ വരെ പോണം, അപ്പുണ്ണിയെ ചേർക്കണം. വേണ്ട കാലത്ത് വിവാഹം കഴിച്ചിരുന്നെങ്കിൽ അയാൾക്കും അപ്പുണ്ണിയോളം പോന്ന ഒരു മകനുണ്ടാവുമായിരുന്നു. പാടവും കായ്ക്കറിത്തോട്ടവുമായി പാടുപെടാൻ അവൻ സമ്മതിക്കില്ല. അവനും 2 അക്ഷരം പഠിച്ച് നന്നാവുമായിരുന്നു. പോയതിനെ ചൊല്ലി വ്യസനിച്ചിട്ട് ഇനി എന്ത് കാര്യം? അപ്പുണ്ണി നന്നാവും. ആ ചെറുക്കൻ്റെ മുഖത്ത് ശ്രീത്വമുണ്ട്. കാണുമ്പോഴെല്ലാം തോന്നാറുള്ളതാണ്. അമ്മേ ഭഗവതി, രക്ഷിക്കണേ. അയാൾ അവ്യക്തങ്ങളായ ചിത്രങ്ങൾ കണ്ടുകൊണ്ട് ഇരുട്ടിൽ കണ്ണുമിഴിച്ചു കിടന്നു. ഹൈസ്കൂളിൽ ചേരാൻ പോകുന്ന ദിവസം അപ്പുണ്ണിക്ക് ഒരു ഉത്സവമായിരുന്നു. ശങ്കരൻ നായർ നേരത്തെ എത്തി. അതിലും മുമ്പ് തന്നെ അവൻ തയ്യാറായി നിന്നിരുന്നു. ഫീസിനുള്ള പണം ശങ്കരൻ നായരുടെ കയ്യിൽ അമ്മ ഏൽപ്പിച്ചു. അവൻ ഇറങ്ങിപ്പോകുമ്പോൾ അമ്മ ഇടവഴി തിരിയുന്നതുവരെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിന്നു. ഹൈസ്കൂളിലേക്ക് 5 നാഴികയുള്ളൂ. എന്നാലും പോകുമ്പോൾ അമ്മയ്ക്ക് എന്താണൊരു വ്യസനം. വടക്കേപ്പാട്ടെ പടിക്കലൂടെയാണ് പോകേണ്ടത്. പടിക്കുരയിലേക്ക് ചെന്നു കയറുന്ന വലിയ വരമ്പ് തുടങ്ങുന്നിടത്തെത്തിയപ്പോൾ ഒന്ന് നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചെയ്തില്ല. സ്കൂൾ വലുതാണ്. അവൻ പഠിച്ചിരുന്ന സ്കൂളിൽ ഓഫീസ് മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇവിടെ ഓടിട്ട കെട്ടിടങ്ങൾ 4 എണ്ണമാണ്. പടിക്കൽ സ്കൂളിൻ്റെ പേർ തിളങ്ങുന്ന വലിയ അക്ഷരങ്ങളിൽ ഒരു കമാനത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു. കയറി ചെല്ലുന്നിടത്ത് പൂന്തോട്ടമാണ്. മലമക്കാവ് സ്കൂളിലും പൂന്തോട്ടമുണ്ടായിരുന്നു. പക്ഷേ പൂവിടുന്ന ഒറ്റ ചെടിയുമില്ല. കുട്ടികൾ വെണ്ടയും വഴുതനയുമാണ് നനച്ചുണ്ടാക്കേണ്ടത്. കായ്ച്ചാൽ മാസ്റ്റർമാർ പൊട്ടിച്ച് കടലാസിൽ പൊതിഞ്ഞു കൊണ്ടുപോകും. തോട്ടപ്പണിക്ക് ഒരു പീരീഡുണ്ട്. ബെല്ലടിച്ചിട്ടില്ല. റോഡിലും ഗേറ്റിലും വരാന്തയിലും ധാരാളം കുട്ടികൾ. ചേരാൻ വരുന്നവരുമുണ്ട് കൂട്ടത്തിൽ. അവരെ കണ്ടാൽ അറിയാം, അവനെപ്പോലെ അമ്പരന്നു തന്നെയാണ് നടപ്പ്. കൂടെ ആരെങ്കിലും ഉണ്ടാവും രക്ഷിതാവായി. അവൻ്റെ സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ ചിലരെയും കണ്ടു. ആപ്പീസ് മുറിക്കും പുറത്ത് മറ്റു കുട്ടികളുടെയും രക്ഷിതാക്കന്മാരുടെയും കൂടെ അവരും കാത്തിരുന്നു. പേർ ആദ്യം തന്നെ ജനാലയ്ക്കടുത്തിരുന്ന റൈറ്റർ വശം എഴുതി കൊടുത്തിരുന്നു. ഓരോരുത്തരെയായി വിളിച്ചു. ഹെഡ് മാസ്റ്ററുടെ മുറിക്കകത്ത് കടന്നപ്പോൾ അത്ഭുതം കൊണ്ട് പകച്ചുപോയി. നീല വിരിയിട്ട മേശ, ചില്ലലമാരകൾ, ചുവരിൽ ചിത്രങ്ങൾ, മേശപ്പുറത്ത് അമർത്തിയാൽ കിളിങ്ങുന്ന മണി, കടലാസുകൾക്ക് കനം വയ്ക്കുന്ന ഭംഗിയുള്ള സ്ഫടികക്കട്ടകൾ. പിന്നിൽ വലിയൊരു കസേരയിൽ കഴുത്തിൽ മടക്കുകൾ വീണുകിടക്കുന്ന ഒരു തടിച്ച മനുഷ്യൻ ഇരിക്കുന്നു. ഹെഡ് മാസ്റ്റർ സർട്ടിഫിക്കറ്റ് നോക്കി. പേരും വയസ്സും മാർക്കും അതിലുണ്ട്. ഹെഡ് മാസ്റ്റർ ചോദിച്ചു, അച്ഛൻ്റെ പേര്? ടി. കോന്തുണ്ണി നായർ. എന്നിട്ടവൻ തെറ്റുപറ്റാതിരിക്കാൻ ഇത്രയും കൂടി പറഞ്ഞു, അച്ഛൻ ഇപ്പോൾ ഇല്ല. രക്ഷിതാവിൻ്റെ പേര്? ശങ്കരൻ നായർ ആലോചിച്ചു. ആരാണ് അപ്പുണ്ണിയുടെ രക്ഷിതാവ്? സ്ത്രീ ആയാൽ മതിയോ? ആണുങ്ങൾക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിലോ? കുഴപ്പം വേണ്ടെന്ന് കരുതി അയാൾ പറഞ്ഞു, തെങ്ങുംപൊറ്റ ശങ്കരൻ നായർ. വിലാസവും പറഞ്ഞു കൊടുത്തു. അപ്പോൾ അപ്പുണ്ണി അയാളുടെ മുഖത്ത് നോക്കി. ആ നോട്ടം അയാൾ കാണുന്നില്ലെന്ന് നടിച്ചു. റൈറ്ററുടെ ജനലിനടുത്ത് പോയി ഫീസ് അടച്ച് രശീതി വാങ്ങി. നാളെ മുതൽക്കേ ക്ലാസ്സുള്ളൂ, പോവാം. അവർ സമാധാനത്തോടെ തിരിച്ചു പോന്നു. എങ്കിലും അപ്പുണ്ണിയുടെ മനസ്സിൽ ഒരു സംശയം നിൽക്കുകയായിരുന്നു. ശങ്കരൻ നായർ എങ്ങനെയാണ് തൻ്റെ രക്ഷിതാവാകുന്നത്? പുതിയ കൂട്ടുകാരുണ്ടായി. സ്കൂളിൽ പോക്ക് ഒരു രസമായി. നിത്യവും രാവിലെയും വൈകുന്നേരവും വടക്കേപ്പാട്ടെ പടിക്കലൂടെയാണ് പോകേണ്ടത്. വലിയ വരമ്പത്തിനടുത്തെത്തിയാൽ ഒന്നു നോക്കും. പാടത്തിൻ്റെ കരയ്ക്ക് ഇടതിങ്ങിയ കവുങ്ങിൻ തോപ്പാണ്. ഇടയിലൂടെ 4 കെട്ട് ശരിക്ക് കാണില്ല. പടിപ്പുരയിൽ ആരും ഉണ്ടാവാറില്ല. വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ വരമ്പത്ത് മെതിയടിയിട്ട് രോമമില്ലാത്ത മിനുത്ത തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്നുണ്ടാവും വലിയമ്മാമ. ആകാശം ചുമക്കുന്നുണ്ടെന്ന് തോന്നും തല പിടിക്കുന്നത് കണ്ടാൽ.
അറിയാതെ അപ്പുണ്ണിയുടെ വേഗം കൂടും. അയാൾ അവനെ ശ്രദ്ധിക്കാറില്ല. എത്ര കുട്ടികൾ കടന്നു പോകുന്നു. പാടത്ത് കൊയ്ത്ത് കഴിഞ്ഞ കാലമാണ്. വടക്കേപ്പാട്ടെ തോട്ടത്തിനരികിലൂടെയുള്ള വഴിയുണ്ട്. ആ വഴി നടന്നാൽ പാടത്തിൻ്റെ തെക്കേ കരയിലെ പൂളത്തോട്ടത്തിലൂടെ എളുപ്പത്തിൽ റോഡിൽ കയറാം. പക്ഷേ ആ വഴി പോകാറില്ല. വടക്കേപ്പാട്ട് നിന്ന് 2 പേർ സ്കൂളിൽ വരുന്നുണ്ട്. ബി ക്ലാസ്സിലെ ഭാസ്കരനും സെക്കൻഡ് ഫാറത്തിലെ കൃഷ്ണൻകുട്ടിയും. ഡ്രിൽ ക്ലാസ് എയും ബിയും ചേർന്നാണ്. ഡ്രിൽ ക്ലാസ്സിൽ വെച്ചാണ് അവൻ ഭാസ്കരനെ ആദ്യം കണ്ടത്. കുട്ടിശങ്കരൻ പറഞ്ഞപ്പോഴേ മനസ്സിലായല്ലോ ഭാസ്കരനോട് സംസാരിക്കണോ. പക്ഷേ ഡ്രിൽ ക്ലാസ്സിൽ തൊട്ടു നിന്നപ്പോഴും വെള്ളം കുടിക്കുന്നിടത്ത് വെച്ച് കണ്ടപ്പോഴും ഭാസ്കരൻ മിണ്ടിയില്ല. ഭാസ്കരനെ അവനെ അറിയാം. ഭാസ്കരനാണ് കുട്ടിശങ്കരനോട് പറഞ്ഞത്. ഭാസ്കരൻ 4th ഫോറത്തിൽ ഇത് 2ാമത്തെ കൊല്ലമാണ്. ഭാസ്കരനും കൃഷ്ണൻകുട്ടിയും സ്കൂളിൽ വരുന്നത് കാളവണ്ടിയിലാണ്. ചായം തേച്ച കൊമ്പും കൊമ്പിൻ്റെ തുമ്പത്ത് നീല ചരടും കഴുത്തിൽ തോൽപ്പട്ടയിൽ കോർത്തിട്ട കുടമണിയുമുള്ള ഒരു വെള്ളക്കാള വലിക്കുന്ന വണ്ടി. അകത്തിരിക്കാൻ പുൽപ്പായയുണ്ട്. ദൂരെ നിന്നു തന്നെ വണ്ടി വരുന്നത് കേൾക്കാം. വണ്ടി ഏതോ മാപ്പിളയുടെ വകയാണത്രേ. വാടക കൊടുക്കുകയാണ് മാസത്തിൽ. അവർ വരുന്നതും പോകുന്നതും അസൂയയോടെ അപ്പുണ്ണി നോക്കി നിന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മനസ്സിലായി ക്ലാസ്സിൽ പലർക്കും അവരോട് അസൂയയുണ്ട്. സ്കൂളിൽ നടക്കാതെ വരുന്നത് അവർ 2 പേർ മാത്രമാണ്. തടിച്ച് പിണ്ണയ്ക്കനാണ് ഭാസ്കരൻ. താൻ വലിയ ആളാണെന്ന ഭാവം അവന് നടപ്പിലും സംസാരത്തിലുമൊക്കെയുണ്ട്. 4 മണിക്ക് സ്കൂൾ വിട്ടിറങ്ങുമ്പോൾ ഗേറ്റിൽ വണ്ടി തയ്യാറുണ്ട്. പച്ച തൂവാല എപ്പോഴും തലയിൽ കെട്ടിയ ഒരു കറുത്ത കുള്ളനാണ് വണ്ടിക്കാരൻ. ഭാസ്കരൻ പടിയിറങ്ങി ചെന്ന് പുസ്തകം വണ്ടിക്കുള്ളിലേക്ക് ഒരേറാണ് ആദ്യം. എന്നിട്ട് കൃഷ്ണൻകുട്ടിയോട് പറയും, "കേറിക്കോടാ ഉണ്ണി." കൃഷ്ണൻകുട്ടി കയറിയ ശേഷം അവൻ വക്കത്ത് കാൽ തൂക്കിയിട്ടിരിക്കുന്നു. ഗേറ്റിലും റോഡിലുമുള്ള കുട്ടികളുടെ അസൂയ നിറഞ്ഞ കണ്ണുകൾ അവൻ്റെ മേലുണ്ടെന്ന് അവനറിയാം. അപ്പുണ്ണിയുടെ കൂട്ടുകാരൻ മുഹമ്മദാണ്. പുതിയ പറമ്പിൽ നിന്ന് കുറച്ചകലെയാണ് മുഹമ്മദിൻ്റെ വീട്. അവൻ എളുപ്പവഴിക്ക് വന്ന് യജ്ഞേശ്വരത്തെ അമ്പലത്തിൻ്റെ അടുത്ത് കാത്തു നിൽക്കും. മുഹമ്മദിന് ആ ഒറ്റക്കാള വണ്ടിയുടെ ഭംഗിയെപ്പറ്റി പറയാനേ നേരമുള്ളൂ. പഠിച്ചു കഴിഞ്ഞ് കച്ചവടത്തിന് പോയി കാശുണ്ടാക്കിയിട്ട് വേണമത്രേ അവനൊരു സ്റ്റൈലുള്ള ഒറ്റക്കാളവണ്ടി വാങ്ങാൻ. കാള ജോറാ, മൈമുണ്ണി മൊയ്ലാളിയുടെ കാള ഇതിൻ്റെ ഒപ്പെത്തില്ല. ചിലപ്പോൾ മുഹമ്മദ് പറയും, "ഓൻ എന്നെ ഓടിച്ചാ എന്താ, ആ വഞ്ചിപ്പോത്തന് ഞാനാച്ചാ." അങ്ങനെ വണ്ടിയുടെയും കാളയുടെയും വിശേഷം കേട്ട് സഹി കെട്ട് നടക്കുമ്പോൾ ഒരു ദിവസം അപ്പുണ്ണി പറഞ്ഞു, "ഓനെ എൻ്റെ വീട്ടിലെത്തിയാ?" മുഹമ്മദ് പറഞ്ഞു, "നോണ, മുത്തൻ നോണ." അപ്പോൾ അപ്പുണ്ണി ചൊടിച്ചു, "നേരാണ്, ഞങ്ങളൊരു വീട്ടിലെത്തിയാ. എന്നിട്ട് താൻ എന്താ അവരുടെ കൂടെ വരാത്തത്?" അതിന് അപ്പുണ്ണിക്ക് മറുപടി പറയാനില്ല. "താൻ എന്താ എന്നിട്ട് പുത്തൻപറമ്പിൽ താമസിക്കണ?" "ഞങ്ങൾ വേറെ പോയതാ." "ഭാഗിച്ചിട്ടോ?" "ഭാഗിച്ചിട്ടല്ല, പിന്നെന്താ?" "അങ്ങനെയാ." "അതെന്താടാ അങ്ങനെ?" അപ്പുണ്ണി വിഷമിച്ചു പോയി. ഒന്നും മിണ്ടാതെ കാളവർണ്ണന കേട്ടാൽ മതിയായിരുന്നു. "തെറ്റാ?" തൽക്കാലം മുഹമ്മദിൻ്റെ ചോദ്യങ്ങൾ നിലച്ചു. പക്ഷേ കുഴപ്പം അവിടെ നിന്നില്ല. ആരോടോ മുഹമ്മദ് പറഞ്ഞു, "വണ്ടിയിൽ വരുന്ന ഭാസ്കരനും നമ്മുടെ അപ്പുണ്ണി ഒരു വീട്ടിലെത്തിയാ." അത് ക്ലാസ്സിൽ പലരും അറിഞ്ഞു. അതിലേറെ അപകടമായത് ഭാസ്കരൻ അറിഞ്ഞപ്പോഴാണ്. ഭാസ്കരന് സ്വന്തമായി ഒരു സെറ്റുണ്ട്. കരുണാകരനും രംഗനാഥനും മറ്റും. അവർ അടുത്തുകൂടുന്നതിൻ്റെ കാരണം ചിലപ്പോൾ ഭാസ്കരന് ദയ തോന്നി വണ്ടിയിൽ കയറ്റിയാലോ എന്ന് വെച്ചാണ്. കരുണാകരൻ ഭാസ്കരനോട് പറഞ്ഞു. അത് കേട്ട് ഭാസ്കരൻ പുച്ഛത്തിൽ ഒന്ന് ചിരിച്ചു അത്രേ. എൻ്റെ വീട്ടിലത്തെ കഴിഞ്ഞ കൊല്ലം തുള്ളൽ കാണാൻ വന്നിട്ട് എന്തേ ഉണ്ടായി എന്ന് ചോദിച്ചു നോക്ക്." "എന്തേ ഉണ്ടായത്?" "ചിലർക്കതറിയണം." "എന്തേ ഉണ്ടായത്?" കുത്തി ചോദിച്ചപ്പോൾ അപ്പുണ്ണി കരഞ്ഞുപോയി. ഭാസ്കരൻ തന്നെ ചിലരോട് പറഞ്ഞു കൊടുത്തു, "ഓൻ എൻ്റെ പടി കയറില്ല, അമ്മാമ്മ ഓനെ ആട്ടി, ഓടിയ വഴിക്ക് പുല്ലു മുളയ്ക്കില്ല." നിശബ്ദം അത് അപ്പുണ്ണി കേട്ടു. ഭാസ്കരനല്ല, ഭാസ്കരേട്ടൻ എന്നാണ് വിളിക്കേണ്ടത്. അവനെയല്ലേ ഏട്ടൻ എന്ന് വിളിക്കേണ്ടത്. ഈ ജന്മ വിളിക്കില്ല, വഞ്ചിപ്പോത്തൻ. അവൻ വലിയമ്മയുടെ മകനാണ്. അവൻ്റെ അച്ഛൻ നമ്പൂതിരിയായിരുന്നു. അവൻ്റെ അമ്മയ്ക്ക് സ്വന്തം വീടും പറമ്പും ഉണ്ടത്രേ. അവിടെ കാര്യസ്ഥനുണ്ടത്രേ. കഴിയുന്നിടത്തോളം മറ്റു കുട്ടികളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിച്ചു. അവൻ ഇല്ലത്തെ പണിക്കാരിയുടെ മകനാണ്. വലിയ വീടില്ല, പണമില്ല. 2 ജോഡി ഉടുപ്പുകളെ അവനുള്ളൂ. അതുതന്നെ മാറി മാറി ഇടുന്നു.
വേണ്ടത്ര പുസ്തകങ്ങളില്ല. കണക്കു ചെയ്യാൻ വലിയൊരു ബൗണ്ട് കൂടിയില്ല. ഉച്ചയ്ക്ക് മാരാരുടെ ഹോട്ടലിൽ നിന്ന് ഭാസ്കരനെ ഊണ് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പുണ്ണി രാവിലെ കഞ്ഞി കുടിച്ചാണ് സ്കൂളിലേക്ക് പുറപ്പെടുക. പിന്നെ ഭക്ഷണം വൈകുന്നേരം വീട്ടിലെത്തുമ്പോഴാണ്. മൂന്നാമത്തെ പീരീഡ് ആവുമ്പോൾ വിശപ്പിൻ്റെ കാളൽ കയറി കയറി വരുന്നു. സ്കൂൾ വളപ്പിന് തൊട്ടടുത്തുള്ള മാരാരുടെ ഹോട്ടലിൻ്റെ അടുക്കളയിൽ നിന്ന് കടുക് വറുക്കുന്ന മണം പോകുന്നത് അപ്പോഴാണ്. ഒരു മണിക്ക് വിട്ടാൽ വെള്ളം കുടിക്കാൻ ഹോട്ടലിൻ്റെ പിൻഭാഗത്തൂടെ പോകുമ്പോൾ അടുക്കളപ്പുറത്തെ തളത്തിൽ വരി വരിയായി ഇലയിട്ടിരിക്കുന്നത് കാണാം. ആമിനുമ്മയുടെ കുറി കിട്ടിയപ്പോൾ അമ്മ തൂക്കുപാത്രം വാങ്ങാൻ പുറപ്പെട്ടതാണ്. പക്ഷേ തൂക്കുപാത്രത്തേക്കാൾ വലിയ ആവശ്യം ഒരു ഷർട്ടും മുണ്ടുമാണെന്ന് തോന്നി. അമ്മയും സമ്മതിച്ചു. ഉണ്ടായിരുന്ന 2 ഷർട്ടിലൊന്ന് തിരുമ്മി പിന്നിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു ദിവസം വൈകുന്നേരം സ്കൂൾ മുറ്റത്ത് ഓട്ടൻതുള്ളൽ കളിക്കാൻ നിശ്ചയിച്ചിരുന്നു. എല്ലാവരും 2 അണ കൊണ്ടുവരണമെന്ന് തലേ ദിവസം തന്നെ മെമ്മോ വായിച്ചിരുന്നു. പക്ഷേ അവൻ്റെ കയ്യിൽ അണയില്ല. അമ്മ അയൽവക്കത്ത് ഓടി നടന്നു നോക്കി, കിട്ടിയില്ല. ആമിനുമ്മയുടെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. രാവിലെ ആദ്യത്തെ പീരീഡിലാണ് ക്ലാസ് മാസ്റ്റർ കാശ് പിരിച്ചത്. ക്ലാസ്സിൽ 4 ആൾ കൊടുത്തില്ല. അതിൽ അപ്പുണ്ണിയും പെടും. ഉച്ചയ്ക്ക് കൊണ്ടുവരണം. നമ്പീശൻ മാഷ് മൂക്ക് വിടർത്തി കണ്ണ് ധൃതിയിൽ 4-5 വട്ടം അടച്ചു തുറന്നുകൊണ്ട് പറഞ്ഞപ്പോൾ അവൻ നേരെ പുസ്തകം എടുത്ത് പുറത്തു കടന്നു. ആരോ ചോദിച്ചു, എന്താടാ പുസ്തകം എടുക്കണ? പൂവാണോ? ആ. എന്താ? സുഖല്യ, തലേ കുത്തുണു. അവൻ മുഹമ്മദിനോട് കൂടി പറയാതെ നേരെ നടന്നു. ഉച്ചയ്ക്ക് നമ്പീശൻ മാസ്റ്റർ കാശ് ചോദിക്കുമ്പോൾ മിഴിച്ചു നിൽക്കേണ്ടി വരും. ക്ലാസ്സിലെ കുട്ടികൾ മുഴുവൻ പരിഹാസത്തോടെ നോക്കും. അതുകൂടാതെ കഴിഞ്ഞല്ലോ പൊള്ളുന്ന ഉച്ചവെയിൽ. വരമ്പിലൂടെ നടക്കുമ്പോൾ പൊടിമണ്ണ് തീക്കട്ട പോലെ പൊള്ളുന്നു. വയലിറങ്ങി അരികിലൂടെ നടന്നാൽ തണലുണ്ട്. അവൻ ആ വഴിയിലേക്ക് ഇറങ്ങി വടക്കേപ്പാട്ടെ വേലിക്കരികിലൂടെ പോകുമ്പോൾ തോട്ടത്തിൽ ആരോ ഉണ്ടെന്ന് തോന്നി. തല ഉയർത്തി നോക്കാൻ പോയില്ല. അപ്പോഴാണ് ഒരു വിളി, അപ്പുണ്ണിയേട്ടാ. അവൻ പൊടുന്നനെ നിന്നു. മാളുവാണ്. അവൾ കവുങ്ങിൽ പടർത്തിയ വെറ്റിലക്കൊടിയിൽ നിന്ന് വെറ്റില നുള്ളിയെടുക്കുകയാണ്. സ്കൂൾ നേരത്തെ വിട്ടുവോ? ഓ, പൊന്നാരം ചോദിക്കാൻ വന്നിരിക്കുന്നു. അരിശമാണ് തോന്നിയത്. അപ്പുണ്ണി ഒന്ന് മൂളുക മാത്രം ചെയ്തു. കിണറ്റിങ്കര നിൽക്കുമ്പോൾ കാണാറുണ്ട് അപ്പുണ്ണിയേട്ടൻ പോണത്. ഭാസ്കരേട്ടൻ ഏട്ടൻ്റെ അമ്മോട് പറയണ കേട്ടിട്ടാണ് ഞാൻ അറിഞ്ഞത്. അതിനും അവനൊന്ന് മൂളുകയാണ് ചെയ്തത്. അച്ചമ്മ ദിവസം പറയും അപ്പുണ്ണിയേട്ടൻ ദേ പോകുമ്പോൾ ഒന്ന് കാണണമെന്ന്. ഒരിക്കൽ കണ്ടില്ലേ ആട്ടി ഓടിച്ചപ്പോൾ? എല്ലാവരും നോക്കി നിന്നില്ലേ പെണ്ണെ? എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. വലിയമ്മാമി അച്ഛനും തമ്മിൽ. അവൾ പെട്ടെന്ന് നിർത്തി. ആരോടാണി മാളോ പഞ്ചായത്ത്? കവുങ്ങുകൾക്കിടയിലൂടെ ഒരു പെൺകിടാവ് നടന്നു വരുന്നു. പെട്ടെന്ന് നടന്നാലോ എന്നാണ് ആലോചിച്ചത്. പക്ഷേ ആളെ കണ്ടപ്പോൾ അവൻ തറച്ചു നിന്നുപോയി. അമ്മിണിയെടുത്തി. സർപ്പത്തിൻ്റെ പുറത്തിരുന്ന് സവാരി ചെയ്യുന്ന മാറുമറയ്ക്കാത്ത രാജകുമാരി. അത്ഭുതത്തോടെയാണ് അവൻ നോക്കിയത്. ഞൊറിഞ്ഞുടുത്ത് അരയ്ക്ക് മുകളിൽ നഗ്നമായി മുടിയഴിച്ചിട്ട് പത്തി വിടർത്തിയാടുന്ന പാമ്പിനെ പോലെ ഉലയുന്ന ഒരു പെൺകിടാവിൻ്റെ രൂപം പഴയ ഒരു സ്വപ്നം പോലെ മനസ്സിൽ തെളിഞ്ഞു. ഇപ്പോൾ നീലച്ച പട്ടു ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഈർക്കിലെ കരയിലുള്ള കോടിമുണ്ടാണ് ഉടുത്തിരിക്കുന്നത്. നെറ്റിയിൽ വരക്കുറി, വാലിട്ടെഴുതിയ പാതിയടഞ്ഞ കണ്ണുകൾ. ഇതാരാ? അപ്പുണ്ണിയോ? ഓ, പേര് മനസ്സിലാക്കിയിരിക്കുന്നു. അവളെ മുമ്പിൽ കാണുന്ന ആ രൂപത്തിൽ അവന് സങ്കല്പിക്കാൻ വയ്യ. ചന്തമുള്ള മനുഷ്യസ്ത്രീയുടെ മുഖമുള്ള ഒരു തിളങ്ങി പൊളയുന്ന സർപ്പം. അവൾ ചിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും കണ്ണുകൾ പാതിയടയുന്നു. അവൻ്റെ അത്ഭുതം നിറഞ്ഞ നോട്ടം കണ്ട് അമ്മിണി ചോദിച്ചു, എന്താ അങ്ങനെ നോക്കണേ? ഇന്നെ അറിയില്ലേ? പെട്ടെന്നാണ് ആലോചിച്ചത്. അറിയും അറിയും, എന്നെ പട്ടി പോലെ ആട്ടി ഓടിച്ച വലിയമ്മാമയുടെ മകൾ. അവനേക്കാൾ 3 വയസ്സ് മൂപ്പുള്ളത് കൊണ്ട് അപ്പുണ്ണിയെടുത്തി എന്ന് വിളിക്കുന്നു. ഏരിയിലേക്ക് ഒരു കാൽ ഉയർത്തി വെച്ച് ചിരിക്കുന്ന നനവുള്ള ചുണ്ടുകൾ വിടർത്താതെ അമ്മിണിയെടുത്തി പറഞ്ഞു, അപ്പുണ്ണിക്ക് അറിയില്ലെങ്കിലും നിക്കറിയില്ലോ. കയ്യിൽ നിന്ന് താഴെ ഊർന്നു വീണ അടയ്ക്കാ കഷ്ണം അവൾ കുഞ്ഞെടുത്തു. അപ്പോൾ തുമ്പ് കെട്ടി പരത്തിയിട്ട മുടി ചുമലിലൂടെ കുത്തിയൊഴുകി. തളിരി വെറ്റിലിട്ടെങ്കിൽ മാളോ ഒന്നെനിക്കിതാ, 3 കൂട്ടട്ടെ. ഞാൻ പോണു. അപ്പുണ്ണി ആരോടൊന്നില്ലാതെ പറഞ്ഞ് നടന്നു. അമ്മിണി എടുത്തി വിളിച്ചു, നോക്കൂ അപ്പുണ്ണി. അവൻ തിരിഞ്ഞു നോക്കാതെ നടന്നു. വീട്ടിൽ ചെന്നപ്പോൾ അമ്മയുണ്ടായിരുന്നു. ഇല്ലത്താവുമെന്നാണ് കരുതിയിരുന്നത്. അമ്മ മാത്രമല്ല, തിണ്ണയിൽ ശങ്കരൻ നായർ ഇരിക്കുന്നു.
അവൻ ഒച്ചയോടെ ഒതുക്ക് ചവിട്ടിക്കയറിയപ്പോൾ അമ്മ വാതിലിനപ്പുറത്തേക്ക് കടന്നു നിന്നു. എന്തേ അപ്പുണ്ണി നേരത്തെ? ആകപ്പാടെ അവനൊരരിശമാണ് തോന്നിയത്. ആരോടെന്നില്ലാതെ അവൻ മറുപടി പറഞ്ഞത് ആവോ എന്ന് മാത്രമായിരുന്നു. എന്തടാ? ഒന്നുമില്ലാന്നേ. പുസ്തകക്കെട്ട് ഒരു മൂലയിലേക്ക് എറിഞ്ഞ് കുറച്ചുറക്കെ അവൻ ചോദിച്ചു. കഞ്ഞിയുണ്ടോ? അവൻ്റെ ഭാവപകർച്ച അമ്മയെ അസ്വസ്ഥയാക്കിയെന്ന് തോന്നുന്നു. അവൻ മുമ്പൊരിക്കലും മുഖം കറുപ്പിച്ച് സംസാരിച്ചിട്ടില്ല. പാറുക്കുട്ടി കഞ്ഞി വിളമ്പി വെച്ചു. പലക വയ്ക്കാൻ കാത്തു നിൽക്കാതെ അവൻ ചെന്നിരുന്നു.